ആണോടാ ഇത്? 24 മണിക്കൂർ ഈ പെമ്പിള്ളേര് തുള്ളുന്നേം കണ്ടോണ്ടിരിക്കാതെ വല്ല ഷാലോ TV അങ്ങോട്ട് വെച്ചേ. എന്താ തലവേദന? കുറച്ചു നേരം കൂടെ കമ്പ്യൂട്ടറിന്റെ അകത്തോട്ട് കയറിയിരിക്കും, അപ്പം മാറും. എനിക്ക് ഗീറി ജീൻസ് മാത്രമേ ഇടാൻ കിട്ടിയുള്ളൂ. ഇനി ഇതിട്ടോട് പുറത്തിറങ്ങി കഴിഞ്ഞാൽ എല്ലാം കൂടെ എടുത്ത് കത്തിച്ചു കളഞ്ഞ ഒരു ദിവസം പറഞ്ഞേക്കാം. നിന്നോട് ഞാൻ പലവണ്ണം പറഞ്ഞിട്ടില്ല ആ ചെടിയുടെ ഒട്ടി മുള്ളരുതെന്ന്. അത് കരിഞ്ഞു പോന്ന്. എനിക്ക് വീട്ടിൽ കയറാറായില്ലേ? സന്ധ്യ ആകുമ്പോ ഇറങ്ങിയാണോ? പെട്ടെന്ന് വാങ്ങിക്കോട്ട്, പ്രാർത്ഥന എത്തിക്കാൻ നേരം ഒരു കാർച്ച വേണ്ടില്ല. അല്ലെങ്കിൽ ബേക്കറിയിൽ നിന്നൊക്കെ മേടിച്ച് ചെയ്താൽ കൊള്ളണം. നമ്മൾ ഉണ്ടാക്കുന്ന അത്രയൊന്നും വരത്തില്ല. എത്താറായോ നീ? എല്ലാം നശിപ്പിക്കടി. നിനക്കത് സൂക്ഷിച്ചെടുത്തൂടെ? പൊട്ടുന്നതെന്ന് അറിയത്തില്ലയോ? നീ സമയം എത്രയെന്ന് കണ്ടോ? പെട്ടെന്ന് വാ വീട്ടിലോട്ട്. പൊട്ടുന്ന പാത്രമൊക്കെ അറ്റത്തുകൊണ്ട് വെച്ചേക്കും. കൈ തട്ടിയപ്പോഴേ താഴെപ്പോയി. ഹലോ, നീ എവിടെയാടാ? നീ മില്ല് കഴിഞ്ഞോ? എടാ മോനെ, നീ തിരിച്ചു പോയിട്ട് ഒന്ന് പൊടിക്കാൻ കൊടുത്ത മുളകും മല്ലിയും കൂടെ ഒന്ന് മേടിച്ചുകൊണ്ട് വരുമോ? അമ്മ അങ്ങ് മറന്നുപോയടാ. നല്ല പറഞ്ഞാലും അങ്ങനെയുടെ സികൾ വാഴ്ത്തപ്പെടണം, അങ്ങനെയുള്ള ഇതിന് പലമായി ശരിക്കും ഇവിടെ ആണെന്നു. വീണയുടെ കല്യാണം ഒന്ന് വിളിച്ചായിരുന്നു. എന്തോന്നു പോ, നിന്നെക്കാട്ടിലും 6 മാസം ഇളയതാ അവള്. നിനക്ക് ആ ഗൾഫുകാരൻ ചെറുക്കൻ്റെ കല്യാണം നോക്കിയല്ലോ എന്താ? ഞാൻ ഒരു അക്ഷരം ഇനി മിണ്ടത്തില്ല. എന്റെ കാലം കഴിയുമ്പോഴേ നീയൊക്കെ പഠിക്കും. ആ പച്ചക്കറിയൊക്കെ എടുത്തു പറക്കി കഴിക്കടാ, വൈറ്റമിനൊക്കെ കിട്ടട്ടെ. നോക്കുമല്ലോ കുലുക്കമുണ്ടോ? നിനക്കൊക്കെ ഉണ്ടാക്കി തരുന്നതിനും ഭേദം വല്ല വട്ടിക്കും ഉണ്ടാക്കി കൊടുക്കുന്നത്. അത് വാലെങ്കിലും ആട്ടി കാണിക്കും. അല്ലെങ്കിൽ എനിക്ക് അടുക്കള കിടന്ന് അറിയിക്കാനല്ലേ ഉള്ളൂ നേരം. എന്റെ കാര്യങ്ങളൊന്നും കേൾക്കാൻ ഇവിടെ ആരും ഇല്ലല്ലോ. നിങ്ങളും കണ്ടോണ്ടിരിക്കുമല്ലോ ഈ വീട്ടിലെ അവസ്ഥ. എന്നെ സപ്പോർട്ട് ചെയ്യാൻ മാത്രം ആരുമില്ല. നിങ്ങൾ ആ സബ്സ്ക്രൈബ് ബട്ടൺ എങ്കിലും ഒന്ന് കുത്തിയിട്ട് പോവാമോ?